അസ്സലാമലൈക്കും. ആഹ് നമ്മളെ ലൈഫില് ചില ഘട്ടത്തില് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനില് കുറെ ആൾക്കാര് വരും. വന്നിട്ട് നീ അങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ ചെയ്യരുത്, നീ ക്ഷമിക്ക്, നീ സംസാരിക്കാതിരിക്ക്, നീ ഉപേക്ഷിക്ക്, നീ പ്രതികരിക്കാതിരിക്ക് എന്നൊക്കെ പറഞ്ഞ് അവര് ഉപദേശിച്ചിട്ട് പോകും. അപ്പൊ നമ്മൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പൊ പല ഘട്ടത്തിലും നമുക്ക് പ്രതികരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനും അതുപോലെ സംസാരിക്കണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് നമ്മൾ ന്യൂനതയായിട്ട് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ളവർ ഇത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരു ഘട്ടം എത്തിയിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മള് നമ്മള് തന്നെ സ്റ്റക്കായി പോയിട്ടുണ്ടാവും. പ്രതികരണശേഷി ഇല്ലാത്ത ആളായിട്ടും, അതുപോലെ തന്നെ മുമ്പോട്ട് എന്ത് ചെയ്യണോന്ന് അറിയാതെ പറ്റാത്ത ഒരു അങ്കലാപ്പിലും ഒക്കെ ആയിത്തീരുന്ന ഒരു ഘട്ടമായിരിക്കും. തീർച്ചയായിട്ടും ഉപദേശിക്കുമ്പോൾ ആ ഉപദേശം കൊണ്ട് ഉപദേശിക്കപ്പെടുന്ന ആള് തീർച്ചയായിട്ടും ആ ആളെ ലൈഫിൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പുരോഗമനം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു വളർച്ച ഉണ്ടാവണം. ഒരു പുരോഗമനം ഉണ്ടാവാതെ തളർത്തി കളയുന്ന ഒന്നാവരുത് ഈ ഉപദേശം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ഒന്നോ രണ്ടോ ആൾക്കാർക്ക് മാത്രമായിരിക്കും നമ്മളെ പൂർണ്ണമായിട്ട് നമ്മൾ ഏത് സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് അവർക്ക് മാത്രമായിരിക്കും മനസ്സിലാവുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്ന് പറയുന്നത് ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഗോസിപ്പ് എന്ന് മാത്രം ഒരു അത്ര ഒരു ഇമ്പോർട്ടൻസ് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെ ലൈഫിനെ തളർത്തി കളയുന്ന അല്ലെങ്കിൽ നമ്മളെ ലൈഫിനെ സ്റ്റക്കാക്കി കളയുന്ന ഉപദേശമൊന്നും തീർച്ചയായിട്ടും നമ്മൾ അത് കേൾക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നമ്മൾ വളർത്തുന്നതായിരിക്കണം ലൈഫിൽ സ്റ്റക്കാക്കി പോകുന്ന ഒന്ന്, അല്ലെങ്കിൽ നമ്മളെ തളർത്തി കളയുന്ന ഒന്ന് ആവരുത് ഒരിക്കലും ഉപദേശം എന്ന് പറയുന്നത്.